ഹലോ ഗൈസ്, നമ്മൾ ക്യാൻഡൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ക്യാൻഡലിൻ്റെ ടൈം 13-ാം തീയതി രാവിലെ 9:30 എത്തി. പിന്നെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇമിഗ്രേഷൻ നല്ല ലേറ്റായിരുന്നു. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ 3 മണിയായി. പിന്നെ നമ്മളെ ഫ്രണ്ട് വന്ന് വിളിച്ചു. അവൻ നമ്മളെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി. 2 ഫ്ലോറായിട്ടാണ്. മേളത്തെ ഫ്ലോറും പിന്നെ താഴെ ബേസ്മെൻറ്റിലാണ്. മേളത്തെ ഫ്ലോറിൽ നമ്മളെയും കൂടെ ചേർത്ത് ഒരു 4 കപ്പിളുണ്ട്. താഴത്തെ ബേസ്മെൻറ്റിൽ ഒരു കപ്പിളും പിന്നെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെയും വിസ വന്നില്ല. വീട്ടിലുള്ള എല്ലാവരും കിട്ടുന്ന ആൾക്കാരാണ്. വന്നപ്പോഴെനിക്ക് എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോയി. ജലദോഷമൊക്കെ ആയിരുന്നു. ഇപ്പോഴും ശരിയായില്ല. ഇവിടെ ഇപ്പോൾ 6 മണിയായി. ഇവിടുത്തെ 6 മണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 3 മണി വരെ ഇരിപ്പുണ്ട്. കാണിച്ചത് ഇതാണ് ഇവിടുത്തെ 6 മണി. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, പക്ഷേ നല്ല കാറ്റുമാണ്. കാറ്റടിക്കുമ്പോൾ ഫുള്ള് നല്ല തണുപ്പാണ്. ഒരാഴ്ചയായപ്പോൾ നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ആയി, കുഴപ്പമില്ല. അപ്പോൾ എന്നാലിപ്പോൾ നല്ല ഇവിടെ കാറ്റുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ഇത്തിരി മഴയുണ്ടായിരുന്നു. മഴയത്ത് സഹിക്കാൻ പറ്റുന്ന തണുപ്പായിരുന്നു. നമ്മളിപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. പക്ഷെ തണുപ്പ് ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ സൂര്യൻ ഒരു 8:45, 8:30 വരുന്നുണ്ട് കേട്ടോ രാത്രി. അതിനൊക്കെ ശേഷം അപ്പോൾ ഒരു 8:45 ആകുമ്പോൾ നമ്മളെ നാട്ടിലെ ഒരു സന്ധ്യ 6 മണി ആ ടൈമൊക്കെ ആയിരിക്കും. അതെ, ആ ഒരു ലുക്ക്. പിന്നെ ഇവിടെ ഇപ്പം സ്പ്രിങ് തുടങ്ങാൻ പോവുകയാണ്. എഴുതിയത് ഏത് വഴി? അത് തന്നെ. ഓക്കെ. അങ്ങനെ ഇവിടെ ഇപ്പോൾ നമുക്ക് മാപ്പ് നോക്കി നമുക്ക് ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരിടത്തും മാപ്പില്ലാതെ പോകാൻ പറ്റില്ല. എല്ലാ വീടും ഒരേപോലെ ഇരിക്കും. പിന്നെ വഴി അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ നമ്മൾ ബസ്സിലൊക്കെ കയറാൻ പഠിച്ചു. അതൊക്കെ കുറച്ചൊരു ടാസ്ക്കൊക്കെ ആയിരുന്നു. വഴിയൊക്കെ തെറ്റി ഇടയ്ക്ക് പിന്നെ വേറെ സ്റ്റോപ്പിലൊക്കെ പോയി ഇറങ്ങി. ഇവിടുത്തെ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നോക്കാൻ പറ്റില്ല. അമ്മാതിരി വെയിലായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സൂര്യനല്ല. ഇവിടെ ഇത്തിരി ബ്രൈറ്റ്നെസ് കൂടുതലാണ് സൂര്യന്. പക്ഷേ ചൂടില്ല. അതന്നെ, ചൂടില്ല. പക്ഷേ ഇവിടെ ഉള്ളത് ഒരു പറഞ്ഞ് ഇവർക്ക് ഭയങ്കര ചൂടാണെന്ന്. നമുക്ക് നല്ല തണുപ്പാണ് ഇവിടെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ വീട്. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഏരിയ. ഇതാണ് നമ്മുടെ വീട്. അയ്യോ, നല്ല കാറ്റ്. അതെ, അതെ. അങ്ങനെ വീടെത്തി. ഹലോ, ഇതാണ് നമ്മളെ വീട്ടിൽ. അതെ, അങ്ങനെ ഇതാണ് ഇവിടുത്തെ വിശേഷം. ഇനി സെറ്റായി വരുന്നു. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് 2-3 സ്ഥലത്തൊക്കെ പോയിരുന്നു, ചെറിയ ചെറിയ ഗ്രോസറിയൊക്കെ വാങ്ങാൻ. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കും. അന്ന സമയത്ത് കുറച്ച് സീനായിരുന്നു. ഇവള് 2-3 ദിവസമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. വീട്ടിലൊക്കെ ആൾക്കാർ വിളിക്കുമ്പോഴേ കുറച്ച് സീനായിരുന്നു. പിന്നെ വെറുതെ നമ്മളെല്ലാവരും മിസ് ചെയ്യണുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലെ ഫുഡ്, പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതൊരു ടാസ്ക്കായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്ത ഒരു കാര്യം അത് നമ്മൾ ടാസ്ക്കായിട്ട് കണ്ട് നമ്മളത് പൂർത്തിയാക്കുന്നതായിരിക്കും. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു. പിന്നെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ, ഇവിടെ ഇപ്പം പകൽ, ഇവിടെ ഇപ്പോൾ 19, അവിടെ ഇപ്പോൾ 20-ാം തീയതി വെളുപ്പിന് 3 മണിയായല്ലേ. 3 മണിയായി. ഇവിടെ ഇപ്പം 6:15. അപ്പോൾ അതെ, അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരും അങ്ങോട്ട് വിളിക്കാൻ പറ്റാറില്ല. ഫാമിലിയെ മാത്രമേ ഇതേ വിളിച്ചിട്ടുള്ളൂ, ഫ്രണ്ട്സിനൊന്നും വിളിച്ചില്ല. നമ്മൾ ബാക്കി വീഡിയോസ് വഴിയെ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു, ലവ് യു ഓൾ, മിസ് യു ഓൾ.